പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ പുനർജനി കേസിൽ പരാതിക്കാരൻ ജെയ്സൺ പാനിക്കുളങ്ങരയ്ക്ക് ഇ.ഡി. നോട്ടീസ്. കേസിൽ ജെയ്സന്റെ മൊഴി ഇ.ഡി. രേഖപ്പെടുത്തും. തെളിവുകൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഇ.ഡി. പ്രാഥമിക അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് തെളിവ് ശേഖരണം. പുനർജനി കേസിലാണ് ഇപ്രകാരം പ്രതിപക്ഷ നേതാവിന് എതിരായ കേസിലാണ് ഇപ്രകാരമുള്ള ഇ.ഡി. നീക്കം. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, വിശദാംശങ്ങൾ. അനു, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് മേൽ കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. നേരത്തെ തന്നെ വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട അന്വേഷണം തന്നെയാണ് ഇ.ഡി. നടത്തുന്നത്. പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ എം.എൽ.എ നടത്തിയ പദ്ധതിയിൽ പല അഴിമതികളും നടത്തിയെന്ന പരാതികളാണ് ഉയർന്നത്. പ്രദേശത്ത് വീട് വെച്ച് നൽകുന്നതായിരുന്നു പദ്ധതി. ഇതിനായി ക്ഷമാ നിയമങ്ങൾ ലംഘിച്ച് വിദേശത്ത് നിന്ന് പണം പിരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. യാതൊരു കണക്കുമില്ലാതെയാണ് വിദേശത്ത് നിന്ന് പണം എത്തിച്ചത്. അത് പൂർണ്ണമായും തന്നെ രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് വിരുദ്ധമായ നീക്കമാണ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിനായി പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങരയോട് എത്താൻ ആവശ്യപ്പെട്ടത്. ഇന്ന് ജെയ്സൺ പാനിക്കുളങ്ങര എത്തി കൂടുതൽ തെളിവുകൾ താൻ ഹാജരാക്കിയതായിട്ടാണ് മാധ്യമങ്ങളോട് ജെയ്സൺ പാനിക്കുളങ്ങര പറഞ്ഞിട്ടുള്ളത്. സമൻസ് പ്രകാരമാണ് ജെയ്സൺ ഹാജരായത്. നേരത്തെ വിജിലൻസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇ.ഡി. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. വിദേശ നാണ്യവിനിമയ ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഇ.ഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. അനു, ശരി ജിജീഷ്.